1 പത്രോസ് 3:9 ദോഷത്തിനു ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പലരിൽ നിന്നും ദോഷം അനുഭവിക്കേണ്ടി വരികയും ശകാരം കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, റോമർ 12:19 പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നതിനാൽ നിങ്ങൾ പകരത്തിനു പകരം ചെയ്യാതെ അത് സഹിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. 2 ശമൂവേൽ 16:5-13 വരെയുള്ള വാക്യങ്ങളിൽ ശിമയി എന്നു പേരുള്ള ഒരുവൻ ദാവീദിനെയും ഭൃത്യന്മാരെയും കല്ലുവാരി എറിഞ്ഞും നീച പോ എന്നിങ്ങനെ ദാവീദിനെ ശപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ തല വെട്ടിക്കളയുവാൻ ദാവീദിനോട് അനുവാദം ചോദിച്ച വ്യക്തിക്ക് ദാവീദ് അനുവാദം കൊടുക്കാതെ അവന്റെ ശാപത്തിനു പകരം ദൈവം എനിക്ക് അനുഗ്രഹം നൽകുമെന്ന് വിശ്വസിച്ച് അവൻ ശപിച്ചുകൊള്ളട്ടെ എന്ന് മറുപടി പറഞ്ഞതുപോലെ 2 ശമൂവേൽ 19:15-20 വരെയുള്ള വാക്യങ്ങളിൽ മുമ്പ് ശപിച്ച ശിമയി ദാവീദിനോട് ക്ഷമ ചോദിക്കുവാനും ദാവീദിനെ എതിരേൽപ്പാൻ മുമ്പനായി ചെല്ലുവാൻ ഇടയാകും വിധം ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ആരെല്ലാം ദോഷം ചെയ്താലും ആരെല്ലാം നിങ്ങളെ ശകാരിച്ചാലും അവർ വീടുകൾ തോറും കയറി നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പ്രതികരിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. 1 പത്രോസ് 2:23 ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിച്ച് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമുക്കും അതേ മാതൃക തന്നെ പിന്തുടരാം. പ്രതികാരം യഹോവയ്ക്കുള്ളതാകയാൽ തന്റെ പ്രവൃത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.